നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകർ, ഇവിടെ ചർച്ച ചെയ്യുന്നു ശ്രീ മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരി പാതിനാൽ വിരചിതമായ ശ്രീമൻ നാരായണീയത്തിലെ 25-ാമത്തെ ദശകം. നരസിംഹാവതാരമെന്ന അത്യന്തം കാഠിന്യമുള്ള ശ്ലോകങ്ങളോടുകൂടിയ ശാർദൂല വിക്രീഡിത വൃത്തത്തിൽ വിരചിതമായ ശ്ലോകങ്ങളാണ് നാം ഇവിടെ ഈ 25-ാമത്തെ ദശകത്തിലൂടെ ചർച്ച ചെയ്യുന്നത്. പ്രിയമുള്ള പ്രേക്ഷകർ, 1-ാമത്തെ ശ്ലോകം ശ്രദ്ധിക്കുക. സ്തംഭേ ഘട്ടയതോ ഹിരണ്യകശിപോ കർണൗ സമാചൂർണയൻ ആഘൂർണജ്ജഗദണ്ഡദണ്ഡകുഹരോ ഘോരസ്ഥവാഭൂദ്രവഃ ശ്രുത്വായം കില ദൈത്യരാജഹൃദയേ പൂർവം കദാപ്യശ്രുതം കമ്പകശ്ചന സംപപാദ ചലിതോപ്യംഭോജഭൂർവിഷ്ഠരാത്. ഇനി ശ്ലോകത്തിൻ്റെ പദച്ഛേദം ശ്രദ്ധിക്കുക. സ്തംഭേ ഘട്ടയതഃ ഹിരണ്യകശിപോ കർണൗ സമാചൂർണയൻ ആഘൂർണജഗദണ്ഡദണ്ഡകുഹരഃ ഘോരഃ തവ അഭൂത് രവഃ ശ്രുത്വാ യം കില ദൈത്യരാജഹൃദയേ പൂർവം കഥാ അഭി അശ്രുതം കമ്പഃ കശ്ചന സംപപാത ചലിതഃ അഭി അംഭോജഭൂഹു വിഷ്ഠരാത്. ഇനി ശ്ലോകത്തിൻ്റെ അന്വയം ശ്രദ്ധിക്കുക. സ്തംഭേ ഘട്ടയതഃ ഹിരണ്യകശിപോ കർണൗ സമാചൂർണയൻ ആഘൂർണജഗദണ്ഡദണ്ഡകുഹരഃ തവ ഘോരഃ രവഃ അഭൂത് യം ശ്രുത്വാ ദൈത്യരാജഹൃദയേ കഥാ അഭി പൂർവം അശ്രുതം കശ്ചന കമ്പഃ കശ്ചന സംപപാദ അംഭോജഭൂഹു അഭിവിഷ്ഠരാത് ചലിതഃ കില. ഇനി ശ്ലോകത്തിൻ്റെ സാരാംശം പ്രിയമുള്ള പ്രേക്ഷകർ ശ്രദ്ധിക്കുക. എവിടെ നിൻ്റെ വിഷ്ണു എന്ന് അലറിക്കൊണ്ട് സ്തംഭത്തിൽ ഇടിച്ച സമയത്ത് ഹിരണ്യകശുവിൻ്റെ ശ്രോത്രങ്ങളെ പ്രകമ്പനം കൊള്ളുന്നതും ബ്രഹ്മാണ്ഡമാകുന്ന വലിയ പാത്രത്തിൻ്റെ അകം മുഴുവനും ഇളക്കി മറിക്കുന്നതും ഭയങ്കരവുമായ അങ്ങയുടെ അലർച്ച അവിടെ മുഴങ്ങിക്കേട്ടു. മുൻപൊരിക്കലും കേട്ടിട്ടില്ലാത്ത ആ ഗർജനം കേട്ട് ഹിരണ്യകശുവിൻ്റെ ഹൃദയത്തിൽ അങ്ങേയറ്റം വിറയൽ അനുഭവപ്പെട്ടു. എന്തിന്, സാക്ഷാൽ ബ്രഹ്മാവ് പോലും തൻ്റെ ആസനത്തിൽ നിന്നും ഇളകിപ്പോയി എന്ന് ശ്ലോകത്തിൻ്റെ സാരം. നമസ്തേ.